പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പർ, ഇംഗ്ലീഷ് കോമൺ പേപ്പറായിട്ടുള്ള BCom ആയാലും BBA ആയാലും BA ആയാലും BSc ആയാലും എല്ലാ കോഴ്സുകൾക്കും ബാധകമായിട്ടുള്ള ജനറൽ പേപ്പറാണ് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് 2022 മുതൽ തുടങ്ങിയ പേപ്പറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ BCom BBAൻ്റെ ഒന്നും BSc BAൻ്റെത് വേറെ വിട്ടു. ആകെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പ്രീവിയസ് ഇയർ അവൈലബിൾ ആയിട്ട്. അതിന് 2022 അഡ്മിഷൻ പ്രകാരം ഉള്ള കഴിഞ്ഞ വർഷത്തത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷ 2 മണിക്കൂറാണ് പരീക്ഷ ഉള്ളത്, 60 മാർക്കിനാണ്. ആയതിനാൽ തന്നെ ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടത് 27 മാർക്കാണ്. പക്ഷേ 27 മാർക്കിൽ ഒരു വിദ്യാർത്ഥി 15 ഇന്ത്യയിൽ ഉണ്ടല്ലോ, 15 ഇന്ത്യയിൽ കിട്ടിയാൽ 12 മാർക്ക് എന്ത് വേണം, എഴുതി വാങ്ങണം. ഓക്കെ, അപ്പോൾ 27 മാർക്ക്. ഇതിൽ 3 സെക്ഷനായിട്ടാണ് ഉണ്ടാവുക. സെക്ഷൻ എ പറഞ്ഞാൽ 2 മാർക്സിൻ്റെതാണ്, 20 മാർക്സാണ് നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ ഇവിടെ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്ഷൻ എയിൽ 12 × 2 24 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ 24 മാർക്കിന് നമുക്ക് ശരിയായാലും നമുക്ക് ടോട്ടൽ കിട്ടുക 20 മാർക്കായിരിക്കും. അതാണ് സീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് 20 മാർക്കാണ് കിട്ടുന്നത്. ആ 20 മാർക്ക് കിട്ടും. എല്ലാം ശരിയായി 24 എത്തിയാൽ 20 കിട്ടുള്ളൂ. ഓക്കെ, എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഇതുണ്ടാവും. ഒരു വിദ്യാർത്ഥി ഇതിൽ 11 അറ്റൻഡ് 11 × 2 കിട്ടി, ആ വിദ്യാർത്ഥിക്കും 20 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനുകൾ ഒന്ന് നോക്കാവുന്നതാണ്. ഇതിൽ ഫസ്റ്റിലെ 12 ഒരു ആൻസർ കീ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷിൻ്റെ അധ്യാപകനല്ല എന്നുള്ള മനസ്സിലാക്കുക. ഞാൻ വേറൊരു ഇതിലിട്ട് ഞാൻ നോക്കി ആൻസർ കണ്ടെത്തി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 12 ക്വസ്റ്റ്യന് എന്താണെന്ന് ഒന്ന് നോക്കാം. അതൊന്ന് എല്ലാവരും വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 മാർക്കിനാണ്. സ്റ്റാൻഡപ്പ് ചേഞ്ച് ഇൻ ടു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. പിന്നെ തന്നിട്ടുള്ളത് മിസ്റ്റർ ഹിൽ അറൈവ്ഡ് ഇൻ ന്യൂയോർക്ക് -May 10 -8 o'clock -the evening he decided to call on his uncle who lived -5th Avenue. യൂസ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ യൂസ് അവിടെ ഇവയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യണം. വി സ്റ്റഡിഡ് ആൾ നൈറ്റ് കംപ്ലീറ്റ് യൂസിങ് ആഡ്വർബിയൽ ക്ലോസ്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് വെൻറ്റ് ഔട്ട് ചേഞ്ച് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ്. ഇത് കഴിഞ്ഞിട്ട് ഈ 12 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ദർ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്ലൈൻഡ് ഇൻ ദിസ് സിറ്റി. യൂസ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. എവറി മോർണിംഗ് ഷീ ബൈ 5 o'clock. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഗെറ്റപ്പ്. ദേ സെൽഡം ഗോ ടു ദ സിനിമ യൂസ് ക്വസ്റ്റ്യൻ ടാഗ്. വി അസംബിൾഡ് ദ കാർ ഇൻ ലെസ് ദാൻ 2 hours. റീറൈറ്റ് ഇറ്റ് ടു പാസീവ് ഫോം. The mother along with her children waiting at the bus stop. Use the suitable form of be. Let's give Mr. Jones a round of applause. Identify the collocation. അടുത്ത 11 shining is chirping sun the are and birds the. Rearrange into meaningful sentence. 12th question Jerry had a bad headache yesterday. He couldn't come to football practice. Join using a suitable conjunction. നമുക്കത് 12 ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ ഒന്ന് നോക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. 1ാമത്തെ ക്വസ്റ്റ്യന് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ സ്റ്റാൻഡപ്പ് ക്യാൻ യു സ്റ്റാൻഡപ്പ്. പിന്നെ നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ ഹിൽ അറൈവ്ഡ് ഇൻ ന്യൂയോർക്ക് ഓണാണ് ഇവിടെ വരിക. May 10 അറ്റ് ഇവിടെ വരും. 8 o'clock in the evening he decided to call on his uncle who lived on 5th Avenue. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കണം. വി സ്റ്റഡിഡ് ആൾ നൈറ്റ് അഡ്വർബൽ ക്ലോസ്. വി സ്റ്റഡിഡ് ആൾ നൈറ്റ് ബിക്കോസ് വി ഹാഡ് ആൻ എക്സാം ഓൺ ദ നെക്സ്റ്റ് ഡേ. അടുത്ത് ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് വെൻറ്റ് ഔട്ട് ചേഞ്ചിങ് കോംപ്ലക്സ് ആൻഡ് ആഫ്റ്റർ പുട്ടിങ് ഓൺ ഹിസ് ഹാറ്റ് ഹി വെൻറ്റ് ഔട്ട്. There is institution for blind in this city. Use appropriate article. There is an institution for the blind in this city. ഇവിടെ ഏനും ഇവിടെ ഡായുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എവറി മോർണിംഗ് ഷീ ബൈ 5 o'clock. ഗെറ്റപ്പിന് യോജിച്ചിട്ടുള്ള ഫോം യൂസ് ചെയ്യാൻ. എവറി മോർണിംഗ് ഷീ ഗെറ്റ്സ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ പറയുന്നത് ദേ സെൽഡം ഗോ ടു ദ സിനിമ. അതിൽ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ. അതിൽ യൂസ് ചെയ്യുന്നത് ഡു ദേ. വി അസംബിൾഡ് ദ കാർ ഇൻ ലെസ് ദാൻ 2 hours. റീറൈറ്റ് ഇൻ ടു പാസീവ് ഫോം. ദ കാർ വാസ് അസംബിൾഡ് ഇൻ ലെസ് ദാൻ 2 hours ബൈ us. അടുത്തത് ദ മദർ അലോങ് വിത്ത് ഹെർ ചിൽഡ്രൻ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. സൂട്ടബിൾ ആയിട്ടുള്ള ബി ഫോം യൂസ് ചെയ്യാൻ. ദ മദർ അലോങ് വിത്ത് ഹെർ ചിൽഡ്രൻ ഈസ് വെയിറ്റിംഗ്. ഇവിടെ ഈസാണ് യൂസ് ചെയ്യുന്നത്. ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ലെറ്റ്സ് ഗിവ് മിസ്റ്റർ ജോൺ എ റൗണ്ട് ഓഫ് അപ്പോൾസ്. ഐഡൻറ്റിഫൈ ദ collocation. Let's
give Mr. Jones a round of applause. Collocation round of applause. Okay. അടുത്ത ഷൈനിങ്. ആ സെൻറ്റൻസ് കാരണം റീഅറേഞ്ച് മീനിങ് സെൻറ്റൻസ്. ദ സൺ ഈസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് ആർ ചിർപ്പിങ്. പിന്നെ ഉള്ളത് ജോയിൻ യൂസ് സ്യൂട്ടബിൾ കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാനും. ജെറി ഹാഡ് എ ബാഡ് ഹെഡ് ടേക്ക് യെസ്റ്റർഡേ സോ ഹീ കുഡിൻറ്റ് കം ടു ഫുട്ബോൾ പ്രാക്ടീസ്. ഇങ്ങനെയാണ് ആദ്യത്തെ 12 ക്വസ്റ്റ്യൻ. ഞാനൊരിക്കലും ഇംഗ്ലീഷ് അധ്യാപകനല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ChatGPT യൂസ് ചെയ്ത് ചെക്ക് ചെയ്തതാണ്. അതിൽ വന്നൊരു ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാവുന്നതാണ്. ഇനി സെക്ഷൻ ബി, അതിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 30 മാർക്കാണ് കിട്ടുക. 7 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് 7 ആൻസർ 7 × 5 35ആണ്. പക്ഷേ നമുക്ക് 30 മാർക്കാണ്. സീലിംഗ് 30ആണ്. ഇത് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 6 ആൻസർ ചെയ്ത് 6 5 30 മാർക്ക്. 7 എഴുതിയതിനും 6 എഴുതിയതിനും ചിലപ്പോൾ എന്ത് ചെയ്യും, സെയിം മാർക്സ് ആയിരിക്കും ലഭിക്കുക. എന്തുകൊണ്ടാണ്? 30 മാർക്സാണ് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഇനി അടുത്തത് 13ാമത്തെ റീറൈറ്റ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്നത് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ആൻസർ ചെയ്യാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് ഇതുള്ളത് പങ്ക്ച്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് എ ഇമെയിൽ ടു ദ പ്രിൻസിപ്പൽ ഫോർ ബ്രിങ്ങിങ് അബൌട്ട് സം ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് യുവർ കോളേജ് ലൈബ്രറി. കോളേജ് ലൈബ്രറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ പ്രിൻസിപ്പൾക്ക് സെൻഡ് ചെയ്യാനും. ഇവർ ദ സെക്രട്ടറി ഓഫ് പഞ്ചായത്ത് ലൈബ്രറി കമ്മിറ്റിൻ്റെ സെക്രട്ടറിയാണ്. പ്രിപ്പയർ ദ അജണ്ട ആൻഡ് മീൻസ് ഓഫ് ദ മീറ്റിംഗ് കൺവെൻ ടു ഡിസ്കസ് ദ പ്രോഗ്രാം ഫോർ ദ അപ്കമിങ് റീഡിംഗ് ഡേ. റീഡിംഗ് ഡേയിലുള്ള പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിൻ്റെ മീൻസും അജണ്ടയും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ മെമ്മോ ആസ് ദ മാനേജർ ഓഫ് കമ്പനി ടു ബി സർക്കുലേറ്റഡ് അമംഗ് സ്റ്റാഫ് ഫോർ പ്രിപ്പയറിംഗ് ദ ഡോക്യുമെൻറ്റ് ഫോർ ദ അപ്കമിങ് ഓഡിറ്റ്. അപ്കമിങ് വരുന്ന ഓഡിറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് അറിയിച്ചുകൊണ്ട് ഒരു മെമ്മോ അതിൽ മാനേജർ കമ്പനിയുള്ള എല്ലാ സ്റ്റാഫിനും കൊടുക്കാനുള്ള ഒരു മെമ്മോ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ പ്രസൻറ്റേഷൻ ഓഫ് ദ ടോപ്പിക് വുമൻസ് റൈറ്റ് ആൻഡ് അവർ സൊസൈറ്റി എന്നുള്ളതിൽ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ. റൈറ്റ് ആൻഡ് റിവ്യൂ ഓഫ് എ റീസെൻറ്റ് മൂവി യു ഹാവ് സീൻ. പുതുതായി കണ്ട ഒരു മൂവിനെ കുറിച്ച് റിവ്യൂ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് സെക്കൻഡ് പാർട്ടെന്ന്. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്, സെക്ഷൻ സി. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 10 മാർക്ക്. നമ്മുടെ സീലിംഗ് ഇല്ല, രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നിനെ കിട്ടുകയുള്ളൂ. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്, എ റെപ്യൂട്ടഡ് ഡയലി ഇൻ മലയാളം ആസ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജേർണലിസ്റ്റ് ട്രെയിനിങ്. പ്രിപ്പയർ എ സി വി പ്രിപ്പയർ ചെയ്യാൻ ആൻഡ് കവർ ലെറ്റർ ഫോർ ദ സെയിം. ദ അഡ്വർടൈസ്മെൻറ്റ് ആസ് സ്പെസിഫൈഡ് ദ ഫോളോയിങ്: ഏജ് ബിലോ 25, ഗ്രാജുവേറ്റ് വിത്ത് ഫ്ലെയർ ഫോർ റൈറ്റിംഗ് എ മലയാളം ആൻഡ് ഇംഗ്ലീഷ്, പ്രിഫറൻസ് ഫോർ ജേർണലിസം ഡിപ്ലോമ ഹോൾഡേഴ്സ്. ഓക്കെ, ജോലിക്ക് ജേർണലിസം ഡിപ്ലോമ ഹോൾഡർക്കാണ് പ്രിഫറൻസ് ഉണ്ടായിരിക്കുക. 25 ഇയറിന് അടിയിലായിരിക്കണം, ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഫ്ലെയർ ഫോർ റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷും അതിന് ഫ്ലെയർ റൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, 21ാമത്തെ, ഓർഗനൈസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ദ 2020 മാച്ചസ് ഹാവ് കിൽഡ് ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിരിക്കുന്നത്. 2020 ക്രിക്കറ്റ് മാച്ച് എന്ത് ചെയ്ത് ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിനെ കിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പരീക്ഷ ഉള്ളത്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.